ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ SCRT സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ LDCയുടെ ഒക്കെ സിലബസിൽ എക്കണോമിക്സിൽ തന്നിട്ടുള്ള ഓരോ ടോപ്പിക്കുകളും അടങ്ങുന്ന SCRT പാഠഭാഗങ്ങൾ 11 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്തവർക്കൊക്കെ മനസ്സിലായി കാണും. PSCയുടെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത പലരുടെയും കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഹെൽപ്ഫുള്ളായി അല്ലെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണോ, ഇനിയും ഇത്തരത്തിലുള്ള സീരീസുകൾ വേണോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സീരീസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. പിന്നെ അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൻ്റെ GK സയൻസ് ഭാഗങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സീരീസും കൂടെ നമ്മൾ തുടങ്ങുന്നുണ്ട്. കാരണം ഈ ഒരു എക്കണോമിക്സിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് 2021 ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ, മെയിൻസിനൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ, പ്രിലിംസിൽ പോലും ചോദിച്ച ചോദ്യങ്ങൾ 2023-24 കാലഘട്ടത്തിലേക്ക് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന LD ക്ലർക്ക് പോലെയുള്ള എക്സാമുകൾക്ക് അത്തരത്തിൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്കണോമിക്സിൻ്റെ കംപ്ലീറ്റ് SCRT പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം PSCയുടെ പ്രീവിയസ് ഇയറിൽ എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ചെയ്യാം എന്നുള്ളത് അല്ലേ. സോ ആ ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 2021 മുതൽ PSC നടത്തിയ 2021 മുതൽ ഈ കഴിഞ്ഞ ദിവസം, അതായത് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ സാറ്റർഡേ 29-ാം തീയതി WCPOയുടെ എക്സാം ഉണ്ടായിരുന്നു. അതൊരു +2 ലെവൽ എക്സാം ആയിരുന്നു. അപ്പോൾ ആ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 40+, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 43 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 200ഓളം ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും 2021 ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ 2023-ലും 24-ലും ഒക്കെ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. ചോദിക്കുന്ന രീതിയും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് 10th ലെവലിൽ മാത്രം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് അല്ല. ഇതിൽ നമ്മൾ 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവല്, ഇതിലൊക്കെ ഈ ഒരു എക്കണോമിക്സിൻ്റെ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഡിഗ്രി ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അധികം പഠിച്ചിട്ടുണ്ടാവില്ല നമ്മൾ, പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എക്സ്ട്രാ ഒരു പോയിന്റ് എന്ന രീതിയിലൊന്ന് അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ ഇനി മുന്നോട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സീരീസും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ടുള്ള വീഡിയോസിൽ നമ്മൾ പറയും. സോ ഇന്ന് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് 2021 LDC മെയിൻസിന് ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എക്കണോമിക്സിൽ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ഈ ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ഇത് എക്കണോമിക്സിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ജോഗ്രഫി ആ ഒരു ഭാഗത്തുനിന്നും ഒക്കെ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നോക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണ്? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അടുത്ത നോക്കിക്കേ, 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, സ്ഥിര വിനിമയ നിരക്ക്. അപ്പൊ ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് സ്ഥിര വിനിമയ നിരക്ക് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, 2ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ്? ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, ഒഡീഷയാണ്. നമുക്കറിയാം ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ്. ആ പോയിന്റും കൂടെ ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. സോ ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. ഇനി അടുത്തത് WTO, അതായത് വേൾഡ്
ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന ഇത് സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതെല്ലാം എന്താണ് SCERT കണ്ടിട്ടുണ്ട് അല്ലെ. ഈ ക്വസ്റ്റ്യൻസ് അല്ല, ഈ ഒരു പോർഷൻസ് ഒക്കെ നമ്മൾ SCERT പഠിച്ചതാണ്. അപ്പൊ അന്ന് നമ്മൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ WTO സ്ഥാപിതമായ വർഷം എന്നാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1995 ആണ്. ഡേറ്റ് കൂടെ പറയുവാണെങ്കിലോ 1995 ജാനുവരി 1 WTO അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്വർണ ജയന്തി ഗ്രാം സ്വരോക്സാർ യോജനയാണ് ഈ പറഞ്ഞിട്ടുള്ളതിൽ സ്വയം തൊഴിൽ പദ്ധതി. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് രാജീവ് കുമാർ ആണ്. പക്ഷെ ഇപ്പൊ രാജീവ് കുമാർ മാറി ആര് വന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സുമൻ ബെറി വന്നിട്ടുണ്ട് അല്ലെ. സുമൻ ബെറി ആണ് ഇപ്പോ ആൻസർ വരുന്നത്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, 2019-2020 വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള ഗ്രോസ് വാല്യൂ ആഡഡ് കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു? കാർഷിക മേഖലയുടെ സംഭാവന 18% ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ 2019-2020 വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന എത്രയാണ്? 18% എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക. സോ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ് ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക, താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തെരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് 2 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന ഇതാണ്, ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം വിത്തുകളുടെ ഉപയോഗമാണ്. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ആദ്യത്തെ പ്രസ്താവന എന്താണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അത് ശരിയാണോ? അല്ല. നമുക്കറിയാം 3ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം ശക്തമായത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള പരുത്തിയാണ്. പരുത്തിയാണോ? അല്ല. ഗോതമ്പ് അതേപോലെ തന്നെ നെല്ലൊക്കെയാണ് ഏറ്റവും മെച്ചമുണ്ടാക്കിയിട്ടുള്ള വിളകൾ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ചരക്ക് സേവന നികുതി അതായത് GSTയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വസ്തുതയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രത്യക്ഷ നികുതിയാണ്. ഒരു പ്രത്യക്ഷ നികുതിയാണോ GST? അല്ല. നമുക്കറിയാം ഒരു പരോക്ഷ നികുതിയാണ് അല്ലെ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്നാണ് നടപ്പിലാക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. GST കൗൺസിലിന് അധ്യക്ഷം വഹിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അതെ, GST കൗൺസിലിന്റെ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? 2ഉം 3ഉം മാത്രമാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏത്? കാർഷിക വിള വർഷം ജൂലൈ മുതൽ ജൂൺ വരെയാണ്. അതേപോലെ അത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. കാർഷിക വിള വർഷം എന്ന് പറയുന്നത് ജൂലൈ ടു ജൂൺ ആണ് അല്ലെ. ഇനി വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭത്തിലാണ് ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗോതമ്പ് ഒരു ഖാരിഫ് വിളയാണ്. അത് ശരിയാണോ? അല്ല. ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റാബി വിളയാണ്. നമ്മൾ ഒരു കോഡ് പഠിച്ചിരുന്നു അല്ലെ. പപ്പു ഗോബാക്ക് എന്നുള്ള ഒരു കോഡ് നമ്മൾ പഠിച്ചിരുന്നു റാബി വിളകൾക്ക് അല്ലെ. അതായത് പ എന്ന് പറയുന്നത് എന്താണ്? പയറുവർഗ്ഗങ്ങൾ. പൂ എന്ന് ഉദ്ദേശിക്കുന്നത് പുകയില. ഗോ എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. പിന്നെയോ ബാർലി. ഇക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടുകാണ് അല്ലെ. അപ്പോൾ ഗോതമ്പ് എന്ന് പറയുന്നത് ഖാരിഫ് വിളയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാർഷിക വിള വർഷം ജൂലൈ മുതൽ ജൂൺ വരെയാണ്. അതേപോലെ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. പിന്നെയോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭത്തിലാണ് ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ശരിയായിട്ടുള്ള ജോഡികൾ. അതായത് ആഗോളവൽക്കരണമാണ് പുറംവാങ്ങൽ. അതെ, ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അതേപോലെ ആബിദ് ഹുസൈൻ കമ്മീഷൻ മൂലധന വിപണികളുടെ വികസനത്തിന് വേണ്ടി വന്നതാണ്. സുസ്ഥിര വികസനം വഴി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG പോലെയുള്ളതിന്റെ ഉപയോഗമാണ്. ഓക്കെ, അപ്പോൾ ആഗോളവൽക്കരണം, പുറംവാങ്ങൽ, ആബിദ് ഹുസൈൻ കമ്മീഷൻ, മൂലധന വിപണികളുടെ വികസനം, സുസ്ഥിര വികസനം, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് കറക്റ്റ് ആയിട്ടുള്ളതാണ്.
15ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗ് 2021 പുറപ്പെടുവിച്ച സുസ്ഥിര വികസന സൂചികയിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ സംസ്ഥാനങ്ങൾ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ാം സ്ഥാനം കേരളത്തിനും 2ാം സ്ഥാനം ഹിമാചൽ പ്രദേശിനുമാണ്. ഓർത്ത് വെച്ചോണം, നീതി ആയോഗ് 2021 പുറപ്പെടുവിച്ച സുസ്ഥിര വികസന സൂചികയിൽ ഫസ്റ്റ് പൊസിഷൻ ഉള്ളത് ആർക്കാണ്? കേരളത്തിനാണ്. സെക്കൻഡ് പൊസിഷൻ ഉള്ളത് ആർക്കാണ്? ഹിമാചൽ പ്രദേശിനാണ്. ഓർത്ത് വെച്ചോണേ. ഇനി അടുത്തത്, ഇതില് 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്രിത സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ 3 സമ്പദ് വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ SCERT പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം, ഇത് രണ്ടുമാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ. പൊതുമേഖലയ്ക്കും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്, അതേപോലെ സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അടുത്ത താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. CISR ആണ്. CISR എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഓർത്ത് വെച്ചോണേ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇത് സ്ഥാപിതമായത് 1942 ആണ് അല്ലെ. സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് തന്നെ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ CISR ആണ്. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം വന്നതാണ് ICAR, അതേപോലെ ICMR, CSIR. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കപ്പെടുന്നു? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്വാശ്രയത്വം. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി ആണ്, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR. അപ്പൊ USSRന്റെ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ പിന്തുടരുന്നത്. ഇനി 2ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. അതായത് കനത്ത വ്യവസായവും വലിയ ഡാമുകളുടെ നിർമ്മാണവുമാണ് 2ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. ഇതില് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? 3ാം പഞ്ചവത്സര പദ്ധതി വ്യവസായ വികസനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? അല്ല. 5ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം ആണോ? അല്ല. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം, അതെന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലെ. 12ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനം, അത് തെറ്റാണ്. ഇത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോ ഇതെല്ലാം നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് ഈ ഒരു പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാന ലക്ഷ്യം എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ 16ാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ 17ാമത്തെ ക്വസ്റ്റ്യനും PSCയുടെ ഫൈനൽ ആൻസർ കീയില് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 16ഉം 17. അപ്പൊ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? അപ്പം GST നിലവിൽ വന്ന ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, 2017 ജൂലൈ 1 ആണ്. ഓക്കെ. അപ്പൊ അതിൽ ലയിക്കപ്പെടാത്ത നികുതി ഏതാണ്? ആദായ നികുതിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോ ഏതൊക്കെയാണ് ലയിച്ചിട്ടുള്ളത്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, കേന്ദ്ര വിൽപ്പന നികുതി, സേവന നികുതികൾ, ഇതെല്ലാം എന്താണ്? GSTയിൽ ലയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ ഒരു കോളത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം എന്നാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1967 സെപ്റ്റംബറിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. JM കെയ്ൻസ് ആണ്. JM കെയ്ൻസിനെയാണ് മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹം അതിനായി ഉപയോഗിച്ച മാർഗം എന്തായിരുന്നു?
ശ്രദ്ധിക്കണേ. അതായത് ദാദാഭായ് നവറോജി നമുക്കറിയാം ദാരിദ്ര്യ രേഖ കണക്കാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച മാർഗം ചോദിച്ചാൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ജയിൽ ജീവിത ചെലവ് സൂചികയാണ്. ജയിൽ ജീവിത ചെലവ് സൂചികയാണ്. ഓക്കെ, അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കാർവേ കമ്മിറ്റിയാണ്. സോ കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അതായത് ഡയറക്റ്റ് ടാക്സ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഒന്നാമത്തത് കസ്റ്റം ടാക്സും അല്ല, അതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും അല്ല. ഈ കസ്റ്റം ടാക്സും അതേപോലെ തന്നെ GST എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു, പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ് അല്ലെ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിനിൽ നിന്ന് ഡയറക്റ്റ് ടാക്സുകൾക്കുള്ള ഉദാഹരണം കൂടെ പഠിച്ചു വെച്ചേക്ക്. പ്രോപ്പർട്ടി ടാക്സും അതേപോലെ കോർപ്പറേറ്റ് ടാക്സും എന്താണ് പ്രത്യക്ഷ നികുതി ഉദാഹരണമാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. നീതി ആയോഗ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച 2020-21 സാമ്പത്തിക വർഷത്തെ സുസ്ഥിര വികസന സൂചികയിൽ 1, 2, 3 റാങ്കിന്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിട്ടുള്ള സംസ്ഥാനങ്ങളെ ക്രമീകരിക്കുക. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാമത് വരുന്നത് ആരാണ്? കേരളമാണ്. രണ്ടാമത് വരുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണുള്ളത്? ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്, കേരളം. ഫസ്റ്റ് ഏതാണ്? കേരളം. അപ്പോൾ 3, 2, 1. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് പൊസിഷൻ കേരളം, സെക്കൻഡ് പൊസിഷൻ ഹിമാചൽ പ്രദേശ്, തേർഡ് പൊസിഷൻ വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്തായിരിക്കും? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 11%. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 2015. അടുത്തതോ, ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. അടുത്തത്, ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, 1966 മുതൽ 1969 വരെയാണ്. ഇനി ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത്, സർക്കാരിന്റെ ധനനയവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പൊതുവിതരണം. ബാക്കിയുള്ളത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം, ഇതെല്ലാം ബന്ധമുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് GST? അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ GSTയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ 1st July 2018 എന്നാണ്. 2018 ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞു 2017 അല്ലെ. ആൻഡ് ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് പ്രൈം മിനിസ്റ്റർ ഇസ് ചെയർമാൻ ഓഫ് GST കൗൺസിൽ. GST കൗൺസിലിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണോ? അല്ല, കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് അല്ലെ. സോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്ന ഇതാണ്, ലക്ഷറി ടാക്സ്, ഒക്ട്രോയ് ആൻഡ് എന്റർടൈൻമെന്റ് ടാക്സസ് ആർ merged into GST. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, GST is arranged under 4 slabs as 5%, 12%, 18% and 28%. അപ്പോൾ ഇതൊക്കെ നമ്മുടെ SCRT-യിലുള്ള അതേ പോയിന്റ് ആണ് അല്ലെ, SCRT പോയിന്റ് ആണ് ഈ ചോദിച്ചിരിക്കുന്നതൊക്കെ. സോ അപ്പൊ ഈ മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 1ഉം 2ഉം തെറ്റാണ്. 1ഉം 2ഉം എന്തുകൊണ്ടാണ് തെറ്റായത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 12ാമത്തെ ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഇത് ചോദിച്ച സമയത്ത് രാജീവ് കുമാർ ആയിരുന്നു, ഇപ്പൊ ആരാണ്? സുമൻ ബെറിയാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ കണ്ടോ, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ? ഇതും തന്നെ നമ്മൾ മുമ്പ് കണ്ടായിരുന്നു അല്ലെ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോ ഇതില് തെറ്റായിട്ടുള്ളത് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്,
അതായത് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആണോ? അല്ല. 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചു വെച്ചോ. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്. പിന്നെയോ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 1966 മുതൽ 1969 വരെയായിരുന്നു പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. പിന്നെ അതേപോലെ 1978 ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. അപ്പോൾ ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് എന്നാണ്? 1978 അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 2, 3 ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അതേപോലെ 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അതും കറക്റ്റ് ആണ്. പിന്നെയോ 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. സോ ഇയേഴ്സ് ഒന്ന് ഓർത്തു വെച്ചോണം. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1980 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ ഇപ്പോൾ ഇന്ത്യയിൽ 20 ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അല്ല, 19 ആണ്. സോ അതാണ് തെറ്റിപ്പോയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. പുതിയ സാമ്പത്തിക നയം എന്നാണ്? 1991 ആണ്. സോ 1, 4 വരുന്ന 2 ഓപ്ഷൻസ് ആ ഉള്ളത്. ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. അടുത്ത 2 നോക്കിക്കേ. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായി എന്നാണ്? 1950 ആണ്. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് കിട്ടും അല്ലെ. 2, 1 വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഇനി നബാർഡ് നിലവിൽ വന്നത് എന്നാണ്? 1982 നീതി ആയോഗ് വന്നത് എന്നാണ്? 2015 സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഖാരിഫ് നെല്ല്, റാബി പരുത്തി, സൈദ് പഴവർഗ്ഗങ്ങൾ. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് സൈദ് എന്താണ്? പഴവർഗ്ഗങ്ങൾക്ക് സൈദിൽ വരുന്ന ഉദാഹരണം പഴവർഗ്ഗങ്ങളാണ്. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ സി എന്നുള്ളത് കിട്ടും അല്ലെ. 3 കറക്റ്റ് ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഇവിടെ തന്നിട്ട് ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം നെല്ലാണ്. പഴവർഗ്ഗങ്ങൾ സൈദ് വിളയ്ക്ക് ഉദാഹരണമാണ്. ദെൻ റാബി പരുത്തി എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. പരുത്തിയും എന്താണ്? ഖാരിഫ് വിളയാണ്. സോ 1, 3 ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? വാണിജ്യ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ SCRT പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഇനി 15ാമത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഭിലായി ഒഡീഷ, റൂർക്കേല ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഇതൊക്കെ SCRT പാഠപുസ്തകത്തിലുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ 10ാം ക്ലാസ്സിലെ ഒരു പാഠം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ് ശരി. അതായത് ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്, ബൊക്കാറോ ജാർഖണ്ഡിലാണ്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. ഇതിന്റെ അപ്പൊ അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇനി അടുത്തത് പ്രധാന വ്യവസായിക ഇന്ധനമാണ് കൽക്കരി. അതും കറക്റ്റ് ആണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ഇതൊക്കെ SCRT ഫാക്ട് ആണ്. അതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ. ഓക്കെ, അപ്പൊ ഓർത്തു വെച്ചേക്ക്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് കൽക്കരിയാണ്. പ്രധാന വ്യവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി എന്നുള്ളത് എന്താണ്? തെറ്റാണ്. അത് കുറയ്ക്കുകയാണ് ചെയ്തത് അല്ലെ. ഇതെല്ലാം എന്താണ്? SCRT ഫാക്ടുകളാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്?
ഓപ്ഷൻ ബി ആണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഒന്നാമത്തെ ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ, SBI ആണ് ഒന്നാമത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് UNDP-യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 131 ആണ് ആൻസർ വരുന്നത്. അപ്പൊ UNDP-യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131 ആണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. സോ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയാണ് കേട്ടോ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786-ൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. അപ്പൊ എന്നാണ്? 1786-ൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 1934-ലെ റിസർവ് ബാങ്ക് ആക്ട് RBI ആക്ട് പ്രകാരം 1935-ലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് 1949-ൽ ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി. ഇതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന പേരിലാക്കി എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതെന്നാണ്. നമുക്കറിയാം, ഏതാണ്? RBI ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്തിലൂടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വില മെക്കാനിസത്തിലൂടെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അടുത്തത്, ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇന്ത്യയിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്ന ഏത് സ്ഥാപനമാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത, ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയാണ്. റിസർവ് ബാങ്കിന്റെ പഠിച്ച സമയത്ത് ആദ്യം ആസ്ഥാനം പുറത്തായിരുന്നു. അതിനുശേഷം 1997 മുംബൈയിൽ മാറ്റി. പ്ലാസ്റ്റിക് മണി എന്ന് അറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡിയാണ് പ്ലാസ്റ്റിക് മണി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത, ലോക ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. ലോക ബാങ്കിന്റെ മറ്റൊരു പേര് IBRD എന്നതാണ്. അപ്പൊ ഇവിടെ ആ ഫുൾ ഫോമും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. IBRD എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഫുൾ ഫോം വരുന്നത്. അടുത്ത് നോക്കിക്കേ, താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് നോക്കിക്കോ. ആദ്യത്തെ പ്രസ്താവന ഇതാണ്: സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. രണ്ടാമത്തത്, ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുടെയാണ്. ഈ ജയിൽ ജീവിത ചെലവിനെ പറ്റി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഈ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പൊ ആ പ്രസ്താവനകൾ പഠിച്ചു വെച്ചോണേ. എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് വിശകലനം ചെയ്ത വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പിന്നെയോ, ജയിൽ ജീവിത ചെലവ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? അതും ദാദാഭായ് നവറോജിയാണ്. ഇനി അടുത്തത്, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? നമുക്കറിയാം, പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് തന്നിട്ടുള്ളതിൽ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പൊ നോക്കിക്കോ, ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. ഇത് കറക്റ്റ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഇതും എന്താണ്? ശരിയാണ്. പക്ഷെ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? തെറ്റാണ്. അതേപോലെ പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018-ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല. നമ്മൾ ഇനി അടുത്തതാണ് ചേരുംപടി ചേർക്കുക എന്നാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് എ വരുന്നത് ഹരിത വിപ്ലവം വരുന്നത് ആരാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭക്ഷ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം. പിന്നെ അടുത്തതോ
ബി അതായത് ധവള വിപ്ലവം വരുന്നത് എന്തുമായിട്ടാണ് നമുക്കറിയാം, പാൽ ഉൽപാദനം. ഇനി നീല വിപ്ലവമാണെങ്കിലോ മത്സ്യം ഉൽപാദനം. അതേപോലെ മഞ്ഞ വിപ്ലവമാണെങ്കിലോ എണ്ണക്കുരു ഉൽപാദനം. ഓർത്തു വെച്ചോണേ, മഞ്ഞ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്, എണ്ണക്കുരു ഉൽപാദനമാണ്. ഇനി സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നതോ, സുവർണ വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം പച്ചക്കറി ഉൽപാദനമാണ്. അപ്പൊ പഠിച്ചു വെച്ചോണം. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭക്ഷ്യ ഉൽപാദനം കൂടുവാണ് അല്ലെ, ഹരിത വിപ്ലവം കൊണ്ട് ലക്ഷ്യം വെച്ചത്. പിന്നെ ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്, പാൽ ഉൽപാദനമാണ് കൂടിയത്. നീല വിപ്ലവമാണെങ്കിൽ മത്സ്യ ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവമാണെങ്കിൽ എണ്ണക്കുരു ഉൽപാദനമാണ്. പിന്നെയോ സുവർണ വിപ്ലവമാണെങ്കിൽ പഴം പച്ചക്കറി ഇവയുടെ ഉൽപാദനമാണ് കൂടിയിട്ടുള്ളത്. അടുത്തത് 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക. ഇത് 2011 സെൻസസ് ആണ്. SCERT കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്, നമ്മൾ ചാപ്റ്റർ ഒക്കെ പഠിച്ചാണ് അല്ലെ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ്, നമ്മുടെ കേരളമാണ്. ഫസ്റ്റ് പൊസിഷൻ ഉള്ളത് ആർക്കാണ്, കേരളത്തിനാണ്. ആൻഡ് ദെൻ ഇവിടെ തന്നിരിക്കുന്നതിൽ അടുത്തത് വരുന്നത് പുതുച്ചേരിയാണ്. അടുത്തത് വരുന്നത് പുതുച്ചേരിയാണ്. പിന്നെ വരുന്നത് തമിഴ്നാടാണ്. അതിനുശേഷമാണ് ആന്ധ്രാപ്രദേശ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വരുന്നതാണ് ഛത്തീസ്ഗഡ്. ഓക്കെ, അപ്പം അത് ഓർത്തു വെച്ചേക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്, നമ്മൾ പഠിച്ചതാണ്, ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്ക് ഖാരിഫ് വിള അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാർലി മാത്രമാണ് ഖാരിഫ് വിള അല്ലാത്തത്. ബാർലി എന്താണ്, ഒരു റാബി വിളയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ ഖാരിഫ് വിളകളുടെ ഉദാഹരണം ഒന്നുകൂടെ ഓർത്തു വെച്ചോ. നമ്മൾ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടെ ഓർത്തോളുക. ചോളം, നെല്ല്, പരുത്തി, ഇതെല്ലാം എന്താണ്, ഖാരിഫ് വിളകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി അഥവാ GST സംബന്ധിച്ച് നിയമ നിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, 101 ഭേദഗതി പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡോക്ടർ MS സ്വാമിനാഥനെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? അപ്പൊ നോക്കിക്കോ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ശരിയാണ് അല്ലെ. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രി, അതും ശരിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1, അതും ശരിയാണ്. ഇന്ത്യൻ പ്ലാനിംഗിന്റെ ശില്പി PC മഹലനോബിസ്, അതും ശരിയാണ് അല്ലെ. അപ്പൊ തന്നിട്ടുള്ളതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തു വെച്ചേക്കുക, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിംഗിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. അടുത്തത്, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? നമ്മൾ പഠിച്ചതാണ് SCERT. കറുത്ത മണ്ണാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ശരിയാണ് അല്ലെ. 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി, അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയായിട്ടുള്ള A ഓപ്ഷൻ, C ഓപ്ഷൻ, അതേപോലെ D ഓപ്ഷനും വരുന്നുണ്ട്. ഇനി ഇപ്പോൾ 14ാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2022-23 14ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണോ നടക്കുന്നത്? അല്ല. ഇന്ത്യയിൽ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികളല്ല അല്ലെ, 12 കൂടി തീർന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻ, 3ാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? MS സ്വാമിനാഥന് ബന്ധമുണ്ട്. ഉയർന്ന വിളവ് തരുന്ന വൈവിധ്യമാർന്ന വിളകൾ എന്നതിന് ബന്ധമുണ്ട്. C സുബ്രഹ്മണ്യന് ബന്ധമുണ്ട്. ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. സോ 18ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചിലവ് താഴെ
തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് ചേരുംപടി ചേർക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് പ്രതിരോധത്തിന്റെ ചിലവ് എന്ന് പറയുന്നത് 8% സി ആണ് വരുന്നത്. അതേപോലെ സബ്സിഡികൾക്കാണെങ്കിൽ 7% ചിലവായത്, പെൻഷനുകൾക്കാണെങ്കിൽ 4% ചിലവായത്, പലിശ തിരിച്ചടവിന് 20% ചെലവായി. അപ്പോൾ ഓർത്ത് വെച്ചേക്ക് 2023-24 കേന്ദ്ര ബഡ്ജറ്റിലുള്ള ഓരോന്നിന്റെയും ചിലവ് എത്രയാണെന്നാണ് പറയുന്നത്. പ്രതിരോധം 8%, സബ്സിഡികൾ 7%, പെൻഷനുകൾ 4%, പലിശ തിരിച്ചടവ് 20%. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? 1935 സ്ഥാപിതമായി. കറക്റ്റ് ആണ് അല്ലെ. മൂന്നാമത്തെ എന്താണ്? 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈ ആണ്. അപ്പൊ അത് 3ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നത് തെറ്റാണ് അല്ലെ. 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് ധനകാര്യ വകുപ്പാണ്, അത് RBI അല്ല. അപ്പം അത് ഓർത്തു വെച്ചേക്കുക. ഇനി താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദന അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഏറ്റവും കൂടുതലുള്ളത് അഫ്രം അല്ലെങ്കിൽ മൈക്കയാണ്, അതിനുശേഷം കൽക്കരി, ദെൻ ഇരുമ്പയിര്, ദെൻ മാംഗനീസ്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് അഫ്രം, പിന്നെയോ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. അപ്പൊ അതിനാണ് തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. യൂണിവേഴ്സൽ ഫൈബർ നമുക്കറിയാം എന്താണ്? പരുത്തിയാണ് അല്ലെ. അപ്പൊ ഒന്ന് ബി വരുന്ന എ ഓപ്ഷനും ഉണ്ട്, സി ഓപ്ഷനും ഉണ്ട്. ഇനി സെയ്ദിന് ഉദാഹരണമാണ് ഏത്? പഴം. സോ 2 സി വരുന്നതും എയിലും സി ഓപ്ഷനിലും 2ലും സി ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇനി മൂന്നാമത്തത് റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ഏത്? റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ഗോതമ്പ്. അപ്പോ 3 വരുന്നത് ഏതാണ്? 3 ഡി ആണ് വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ എ കിട്ടി. ഇനി നോക്കിക്കോ, ഒറൈസ സെറ്റൈവ എന്നത് എന്താണ്? നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ്. അപ്പൊ ഇതെല്ലാം SCERT ഭാഗങ്ങളാണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു SCERTൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ അത് നോട്ട് ചെയ്തേക്കാം. ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, 2023-24 ഇന്ത്യൻ ബഡ്ജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏത്? അപ്പൊ 2023-24 ബഡ്ജറ്റിൽ അമൃതകാലം എന്ന പേരിൽ എന്താണ്? മുൻഗണനകൾ തരുന്നുണ്ട്. അതിൽ പെടാത്തത് ഈ ക്വസ്റ്റ്യൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ കാണാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വിവരാവകാശം അതിൽ പെടുന്നില്ല. ഹരിത വളർച്ച പെടുന്നുണ്ട്, യുവശക്തി പെടുന്നുണ്ട്, അടിസ്ഥാന വികസനവും നിക്ഷേപവും അതിൽ ഉൾപ്പെടുന്നുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? ഒന്നാമത്തേതാണ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ്. ശരിയാണ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ 2015 ജനുവരി 1 നിലവിൽ വന്നു. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. സോ ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് GST ബില്ല് നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1 അടുത്തത് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15 പിന്നെയോ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വന്നത് 2005 ആഗസ്റ്റ് 23 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1 സോ ഇമ്പോർട്ടന്റ് ആണ്, ഓരോ ഡേറ്റ്സും പഠിച്ചു വെച്ചേക്കുക. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ബി 1980 ജൂലൈ 12 സ്ഥാപിതമായ. തെറ്റാണ്. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ സോ ബന്ധമുള്ളത് എന്തൊക്കെയാണ്? കാർഷിക വികസനവും ഗ്രാമീണ വികസനവും ലക്ഷ്യം വെക്കുന്നുണ്ട്. ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റിയാണ് ഇത് ശുപാർശ ചെയ്തത്. പിന്നെ ആ ഡേറ്റും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് ആ പ്രസ്താവനകൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പ്രസ്താവന 1 എന്താണ്? സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. അപ്പോൾ അത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. പിന്നെയോ സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. അടുത്തതോ സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. അപ്പൊ ഇതെല്ലാം എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക.
ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? നമുക്ക് വായിക്കുമ്പോഴേ അറിയാം, ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത് അല്ലെ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. ആണോ? അല്ല, അതൊരു ഉപദേശക സമിതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ബാക്കി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-നാണ് നിലവിൽ വന്നത്. ഇപ്പൊ പലതവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. എത്ര പഞ്ചവത്സര പദ്ധതികളാണ്? 12 പഞ്ചവത്സര പദ്ധതികൾ. എന്ന് മുതൽ എന്ന് വരെയാണ്? 1950 മുതൽ 2014. അപ്പോൾ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി വരുന്നത് 1951-ലാണ്, എങ്കിലും 50 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. അപ്പൊ എന്നാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചത്? 2014-ലാണ്. സോ അത് ഓർത്തു വെച്ചേക്കുക. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1991-ലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എല്ലാം ശരിയാണ്. അപ്പൊ പ്രസ്താവനകൾ പഠിച്ചു വെക്കാം. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. അതേപോലെ ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. പിന്നെയോ ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. ഇതെല്ലാം എന്താണ്? 1991-ലെ സാമ്പത്തിക പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 2021-22-ലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 2, 3 എല്ലാം ശരിയാണ്. നോക്കിക്കേ, തൃതീയ മേഖല, അതായത് ഏതാണ്? നമ്മുടെ ടെറിഷറി സെക്ടർ അല്ലെ. ഈ ടെറിഷറി സെക്ടർ 50% കൂടുതൽ സംഭാവന നൽകുന്നു. ഇനി ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. അപ്പൊ ഇത് മൂന്നും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിക്കേ, പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയല്ല. നോക്കിക്കേ, ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഓർത്ത് വെച്ചേക്കുക, ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് കൂടി ഇവിടെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഇനി 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് മയൂർഭഞ്ച്, അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? ഇരുമ്പാണ് അല്ലെ. അതേപോലെ കോലാറിലാണെങ്കിലോ, കോലാറിൽ സ്വർണമാണ്. ഇതൊക്കെ SCERT-യിൽ ഉള്ളതാണ്. അടുത്തത് റാണിഗഞ്ചിലാണെങ്കിലോ കൽക്കരിയാണ്. അതേപോലെ മലച്ച്ഗഡിലാണെങ്കിൽ ചെമ്പാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ് നെല്ല്. അതേപോലെ ഉയർന്ന താപനിലയിലും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. എന്താണ്? എല്ലാം എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ വിളയാണ് നെല്ല്, ഖാരിഫ് വിളയാണ് നെല്ല്. ഉയർന്ന താപനില എത്രയാണ്? 26°C അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ധാരാളം മഴ വേണം, ഏകദേശം 150 സെന്റിമീറ്ററോളം വേണം. പിന്നെയോ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, 5-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1974 to 78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ് അല്ലെ. 1974 മുതൽ 1978 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയ കാലയളവ്. ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കിയതും 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. പിന്നെയോ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചതും 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 1991-ലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം?
ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കോ. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം. രണ്ടാമത്തെ പ്രസ്താവന സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. മൂന്നാമത്തത് ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. അപ്പൊ അതിൽ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, ബാക്കി രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ബാങ്കുകളുടെ ബാങ്ക് ഏതാണ്? RBI ആണ്, ശരിയാണ് അല്ലെ. വാണിജ്യ ബാങ്കിന് ഉദാഹരണമാണ് SBI. പിന്നെ പുതുതലമുറ ബാങ്കിന് ഉദാഹരണമാണ് ICICI. അടുത്തത് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് LIC എന്നാണ് കൊടുത്തിരിക്കുന്നത്. LIC ഒരു സഹകരണ ബാങ്കിന് ഉദാഹരണമാണോ? അല്ല, നമുക്കറിയാം അല്ലെ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഗതാഗതമാണെങ്കിൽ നമുക്കറിയാം തൃതീയ മേഖല. സോ 1C വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, C ഓപ്ഷൻ ആണ് അല്ലെ. പിന്നെ ബാക്കി കൂടി നമുക്ക് നോക്കാം. മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം വരുന്നത് ദ്വിതീയ മേഖല. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇതൊക്കെ SCRTയിൽ അതേപോലെ ഉള്ളതാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകം എന്നിവ അലോഹധാതുക്കളാണ്, ശരിയാണ് അല്ലെ. ആ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനിയോ, അലോഹധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അലോഹധാതുക്കളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപാദനമാണ്. അത് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കണ്ടു. ഏറ്റവും ഫസ്റ്റ് വരുന്നത് മൈക്കയാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ വിച്ച് 5-year പ്ലാൻ ഫോക്കസ്ഡ് അപ്പോൺ ദ ടാർഗറ്റ് ഓഫ് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്? ഏതാണ്? നമുക്കറിയാം, വായിക്കുമ്പോൾ തന്നെ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുസ്ഥിര വികസനം അല്ലെ. അപ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ആ പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ ബി ആണ്, 12ാമത് അല്ലെ, 12th 5-year പ്ലാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. ഇതില് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്, ഹരിത വിപ്ലവത്തിന്റെ നേട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ അല്ലെ. അതായത് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നത് എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടത്തിൽ പെടുന്ന കാര്യമല്ല. ബാക്കിയെല്ലാം ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു, ധാന്യങ്ങളുടെ വില കുറഞ്ഞു, അതേപോലെ ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു അല്ലെ. ഇതെല്ലാം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ പെടുന്നതാണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ 2020 ഏപ്രിൽ 1 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് ഏതൊക്കെ ബാങ്കാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. അല്ല, തിരിച്ചും ഓർത്ത് വെച്ചേക്കുക. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച വർഷം ചോദിച്ചാലോ 2020 ഏപ്രിൽ 1 ആണ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 171 രാജ്യങ്ങൾ അംഗങ്ങളാണ്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2 എന്നിവയാണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കിയേക്കുക. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, പെട്രോളിയം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, പെട്രോളിയം ആണ് ഇതിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏത്? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പ്രാഥമിക മേഖലയാണ്. പിന്നെ അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ റെയിൽവേ ആണ് ആൻസർ വരുന്നത്.
അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. NSSOന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നതാണ് NSSOയുടെ പൂർണ്ണരൂപം. 16ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ, അതായത് 2012 തൊട്ട് 2017 വരെയായിരുന്നു പഞ്ചവത്സര പദ്ധതി അല്ലെ, 12ാമത്തത്. പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? നമുക്കറിയാം, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. അതായത് RBI IMF-ൽ ഒരു അംഗമാണ്. ഇതൊക്കെ SCRT ഫാക്ടുകളാണ് കേട്ടോ, SCRT-യിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഉഷ തോറട്ട് ആയിരുന്നു ആദ്യത്തെ വനിതാ ഗവർണർ എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്തത് GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുന്നത്? ഓപ്ഷൻ ബി ആണ്, IGST ആണ് ചുമത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. പിന്നെയോ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ശിവരാമൻ കമ്മിറ്റിയാണ് ഇത് ശുപാർശ ചെയ്തത്. 1982-ലാണ് സ്ഥാപിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 1982 ജൂലൈ 12-നാണ് നബാർഡ് നിലവിൽ വന്നത്. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. പ്ലാൻ ഹോളിഡേ ഏതായിരുന്നു കാലഘട്ടം? 1966 മുതൽ 1969 വരെയായിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നരസിംഹറാവു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, മുംബൈ. ആദ്യം തുടങ്ങിയ സമയത്ത് അല്ലെ, എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നീതി ആയോഗ് എന്നതാണ് പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇവിടെ ആരാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, MS സ്വാമിനാഥൻ ആണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, നബാർഡ് ആണ്. ഇനി സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പണപ്പെരുപ്പം. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ്. അടുത്തത്, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP ആണ്. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാനപ്പെട്ട ഒരു അളവുകോലാണ് GDP. 18ാമത്തെ ക്വസ്റ്റ്യൻ, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നമുക്കറിയാം, ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964-ൽ ബൊക്കാറോ ശാല ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ്, റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏതുമായിട്ടാണ്? ധവള വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്രാഥമിക മേഖലയാണ്. ഇനി 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. ഏറ്റവും കൂടുതലുള്ളതോ ബീഹാറിലാണ്. ഇതെല്ലാം എന്താണ്? SCRT-യിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. 1ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് 1 ബി ആണെന്നും
അതേപോലെ 2 C ആണെന്ന് കിട്ടുമ്പോഴേ നമുക്ക് ഓപ്ഷൻ സി കിട്ടി കഴിഞ്ഞു കേട്ടോ. എന്നിട്ടും വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. 3-ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ്. 4-ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വമാണ്. അടുത്തത് മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ശരിയാണ് അല്ലെ? സാംസ്കാരിക വൈവിധ്യം ഉണ്ടോ? ഇല്ല. ആയുർദൈർഘ്യം ഇതിൽ വരുന്നതാണ്. അഴിമതിരഹിത ഭരണം ഇല്ല. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്കു സേവന നികുതി അതായത് GST എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1-നാണ്. അടുത്തത് 13-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവന ആണ് ശരി? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 4. അപ്പൊ പ്രസ്താവനകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. വ്യവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങളാണ്. അതേപോലെ മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക. പിന്നെയോ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. അപ്പൊ ഇതൊന്നും നമ്മുടെ LDCയിലേക്ക് വരുമ്പോഴത്തേക്കും ആവശ്യം വരില്ല. ഇത്രയും ഒരു ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ +2 ലെവൽ, ഡിഗ്രി ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇതൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്തത് 15-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. അപ്പൊ നോക്കിക്കോ, കാർഡുകളിലേക്കും UPIയിലേക്കും പണം അടയ്ക്കാം അല്ലെ? GST കാർഡുകൾ വഴിയും UPI വഴിയും അയക്കാം. പിന്നെ അതേപോലെ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. അപ്പൊ 1ഉം 3ഉം ആണ് ശരി. ഒരു ഈ ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത 16-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ശരി. ഏകദേശം 20% എന്നുള്ള പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഏതാണ്? ചെല്ലയ്യ കമ്മിറ്റി അല്ലെങ്കിൽ രാജാ ചെല്ലയ്യ കമ്മിറ്റി എന്ന് പറയും അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ്? സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമാണ് ഏറ്റവും പ്രയാസമേറിയിട്ടുള്ള ദൗത്യം. ഇവിടെ നോക്കേണ്ടത് 18-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഓപ്ഷൻ ഡി, റിസർവ് ബാങ്കിനാണ് ബന്ധമില്ലാത്തത്. ബാക്കി 1950-ൽ സ്ഥാപിതമായി ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, ഇതെല്ലാം ബന്ധമുള്ളതാണ്. ഇവിടെ 16-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. GSTയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, ശരിയല്ല അല്ലെ? സോ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1 തെറ്റാണ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്തത്, പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഇന്ത്യൻ പ്രധാനമന്ത്രി GST കൗൺസിൽ അധ്യക്ഷനാണ് എന്നുള്ളത് തെറ്റാണ് അല്ലെ? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. സോ 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? നമ്മുടെ SCRT പാഠപുസ്തകത്തിൽ ഉള്ളതായതുകൊണ്ട് ഇവിടെ ഒന്ന് ഉൾപ്പെടുത്തി എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ്, പരുത്തിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഫിലിപ്പൈൻസ് ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇവയെല്ലാം അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്ഷീരവികസനം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, 2015 ജനുവരി 1-ന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്.
അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. PC മഹലനോബിസിന്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അടുത്ത 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ന്യൂഡൽഹിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ നോക്കിക്കേ. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1950 മാർച്ച് 15 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലെ? ഏതാണ്? ബഡ്ജറ്റ് 2023-24. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏതു മേഖലയുമായി ചേർന്നിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ചെറുകിട വ്യവസായം. അപ്പൊ ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി. 18ാമത്തെ ക്വസ്റ്റ്യൻ, നീല വിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ്? ഏത് മേഖലയിലാണ്? ഓപ്ഷൻ ബി ആണ്, മത്സ്യബന്ധന മേഖലയിൽ പെടുന്നതാണ്. അടുത്തത്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ കറക്റ്റ് ആൻസർ. M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. സോ ഓർത്തു വെച്ചേക്കുക, M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത്, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇതും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്, നമ്മളൊന്ന് കണ്ടതാണ് അല്ലെ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഏതാണ്? ഇവയെല്ലാം ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയമാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് എന്താണ്? ഖാരിഫ് വിളകള് വിളവെടുക്കുന്ന സമയം. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത്. ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ഓപ്ഷൻ എ ആണ്, ഫിലിപ്പൈൻസ് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 3ഉം ആണ് ശരി. അതായത് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദെൻ കോർപ്പറേറ്റ് നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എന്നാൽ വസ്തുനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണെന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മുംബൈ ആണ്. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ, പുറം വാങ്ങൽ, ഔട്ട്സോഴ്സിംഗ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ? ഓപ്ഷൻ സി ആണ്, ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. അതായത് നമ്മുടെ PC മഹലനോബിസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫുൾ നെയിം ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഡോക്ടർ MS സ്വാമിനാഥൻ. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം എത്ര തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് അല്ലെ? അടുത്തത്, ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ശരിയാണ് അല്ലെ? അതേപോലെ കൽക്കരിയും പെട്രോളും പുതുക്കാൻ സ്വാധിക്കുന്ന വിഭവങ്ങളാണ്. ആണോ? കൽക്കരിയും പെട്രോളും പുതുക്കാൻ സ്വാധിക്കുന്നതല്ല. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ആഗോളതാപനം ഭൗമ അന്തരീക്ഷത്തിലുള്ള താപവർദ്ധനയെ സൂചിപ്പിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 18ാമത്തതാണ്. 2019-20 ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക മേഖലയുടെ സംഭാവന. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 16.5% 2019-20 ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടറിന്റെ സംഭാവന. ഓക്കെ അല്ലെ? ഇനി അടുത്തതായിട്ട് ഈ ഒരു കഴിഞ്ഞ ദിവസം നടന്ന, അതായത് കൃത്യമായിട്ട് ഡേറ്റ് പറയുവാണെങ്കിൽ 29
6/2024 നടന്ന ഒരു WCPO ഒരു പ്ലസ് 2 ലെവൽ എക്സാം ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എക്കണോമിക്സും കൂടെ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? 1969 to 74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ശരിയാണ് അല്ലെ? മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായ തെറ്റാണ്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. അത് ശരിയാണ്. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. അതും ശരിയാണ്. സോ 1, 3, 4 അല്ലെ? അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തേത്, നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ശരിയാണ് അല്ലെ? ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതും ശരിയാണ്. എന്നാൽ നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നുള്ള പ്രസ്താവന ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലെ? ഒരു ഉപദേശക സമിതിയാണ് നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനിൽ കണ്ടത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യനും ആൻസറും വായിച്ചിട്ട് പോയവർക്ക് പോലും ഈ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഈ അടുത്ത ദിവസം തന്നെ നടന്ന ഒരു പരീക്ഷ, അതായത് പ്ലസ് 2 ലെവലുള്ള എക്സാമിൽ ചോദിച്ചതാണ് ഈ 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ട്രെൻഡും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.